ശരിക്കും ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇത്ര മോശമായിട്ടൊക്കെ ഒരാൾ സംസാരിക്കുമോ? ഞാൻ ഞെട്ടിപ്പോയി. പിന്നീട് നല്ല സങ്കടം വന്നു. സ്റ്റിൽ നൗ അത്രയും വിഷമം ഉണ്ട് എനിക്ക്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതിഭയാണ്. ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്. 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അതിന് സത്യമല്ലേ? എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴായിട്ട് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. ആണോ? ഭയങ്കര. ഞാനത് പറയാൻ കാരണം, ഇന്ന് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും വട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. അതിനിപ്പം വാർത്ത വരുന്നത് എന്താ? കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അവര് ആ ഏജിലുള്ള കുട്ടികളാണ്, ചിലപ്പോ കൂട്ടുകൂടും. പക്ഷെ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും 24-ഉം ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം. കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം. നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം. അത്രയും വേണോ? വേണം. മനുഷ്യന്റെ മാംസം കൊത്തിക്കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ മാധ്യമങ്ങളെ? അപ്പം എന്നെ പോലൊരു സ്ത്രീ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു ആളാണ് ഞാൻ. എന്റെ മകനെ തന്നെ ആ ഒരു വാർത്ത കൊടുക്കുമ്പം അതിലൊരു ചേതോ വികാരവും സുഖവും നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. റിപ്പോർട്ടർ ചാനലിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു. ആ ഒരു മര്യാദ അവർ കാണിച്ചു. റിപ്പോർട്ടറിൽ നിന്ന് അതിന്റെ റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മാംസദാഹികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ആരെങ്കിലും ഇട്ടതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. ഇത് 30 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എഴുതുകയാണ്. എം എൽ എയുടെ മകൻ പ്രതിഭ MLA യുടെ മകൻ എഴുതുകയാണ്. അതിനൊന്നും ഇല്ലേ? തീർച്ചയായിട്ടും ഭാവിയിൽ ഇത്തരം വേദനകളൊക്കെ നിങ്ങൾക്കൊക്കെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. എന്റെ മകൻ ഇപ്പൊ എന്റെ കൂടെയുണ്ട്. മകനെ കൂടി ഞാൻ കാണിക്കാം. അവനും നല്ല വിഷമമായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇതില് എന്റെ മകനുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും 24 ന്യൂസിലെ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് അവര് പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ 9 കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അവര് പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അവര് സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ ഞാനൊരു 10 പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും. ചിലപ്പോ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ, അതിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പെറ്റി കേസ് എടുത്തോട്ടെ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ബെസ്റ്റ്. 24-ലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയില്ലേ? ഖേദം പ്രകടിപ്പിച്ചാൽ തീരുന്ന കാര്യമൊന്നും വലുത്. കാരണം നാളെ ഒരു സ്ത്രീയുടെ നേരെയും നാളെ ഏത് പ്രസ്ഥാനത്തിൽ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവരെ ഉയർത്തി പൊതുസമൂഹത്തിലേക്ക് ആ പ്രസ്ഥാനം നിർത്തുമ്പോഴും ആർക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം അനുവദിക്കാൻ കഴിയുന്നതല്ല. ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്നൊരു ലേഡിയല്ലേ. മാത്രമല്ല നിങ്ങൾ ഓർക്കണം, അങ്ങേയറ്റം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടിക്കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും 2 ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും. ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും, ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്
24 ന്യൂസിന് നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ. അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ 24 ന്യൂസിലെ റിപ്പോർട്ടറെ ഞാൻ നന്നായി തന്നെ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മോശമായി ചെയ്തതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അയാൾ കാണിച്ച ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു മിസ്റ്റർ ഇതുകൊണ്ട്? ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. എന്റെ മകൻ അറിയാത്തൊരു കേസില് നിഷ്കളങ്കനായ ആ കുട്ടിയെ തെറ്റായ ഒരു കാര്യത്തില്, കാരണം അവൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. അവൻ പെട്ടുപോയതാണെന്ന് വരെ അവരെന്നോട് സംസാരിച്ചു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കേസൊന്നും ഒരു പുത്തിരി ആയിരിക്കത്തില്ല, കാരണം മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിച്ച് അട്ട പോലെ വീർക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തിരി ആയിരിക്കത്തുള്ളൂ. നാണമില്ലേ നിങ്ങൾക്കൊക്കെ റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട്? ഒരല്പമെങ്കിലും ലജ്ജ ഉണ്ടെങ്കിൽ. ഇത്രയ്ക്ക് തൊലിക്കെട്ടി പാടില്ല 24 ന്യൂസിന്റെ റിപ്പോർട്ടറെ, ഇത്രയും തൊലിക്കെട്ടി പാടില്ല. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഞാനിപ്പോ എല്ലാരും പറയുന്നുണ്ട്, എനിക്ക് അമ്മ എന്ന നിലയിലുള്ള മാനസിക വിഷമം ഒന്നുമല്ല ഞാനിവിടെ കാണിക്കുന്നത്. തെറ്റായ ഒരു കാര്യത്തിനുള്ള എന്റെ പ്രതികരണമാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അയാൾ ചെയ്ത 24-ലെ റിപ്പോർട്ടർ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി വീണ്ടും ഒരു കുടുംബത്തെ അയാൾ വേട്ടയാടുകയാണ്. അയാൾ മദ്യപാനിയായിരിക്കാം ചിലപ്പം. നിങ്ങളും ഡിഫമേഷൻ കൊടുത്തോ? നിങ്ങൾ മദ്യത്തിന്റെ ലഹരിയിലോ നിങ്ങൾ പണം വാങ്ങിച്ചതിന്റെതിലോ ആയിരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം, മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ശ്രമിക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, 24-ലെ റിപ്പോർട്ടറെ, മറ്റുള്ളവരുടെ ശവം തിന്നാണോ നീ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ ശവം തിന്നാണോ താൻ ജീവിക്കുന്നത്? 24-ലെ റിപ്പോർട്ടർ മാത്രമല്ല, മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്, കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത്. കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു, മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന്. ഇവിടെ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷേ. അവനും ചിലപ്പം പോയിരിക്കും. അന്ന് നെഞ്ചു പൊട്ടി നിങ്ങൾ കരയും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഇപ്പൊ കൂടി 24-ൽ ഇപ്പൊ കൂടി പോയൊരു ന്യൂസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, മനുഷ്യന്റെ മാംസം അത് ശവമായി കൊത്തി തിന്നുന്ന അത്രയും വൃത്തികെട്ട മനസ്സുള്ള ചില റിപ്പോർട്ടേഴ്സ് മാത്രമാണ് ഈ ന്യൂസിന്റെ പുറകെ ഇപ്പൊ പോകുന്നത്. മോൻ തെറ്റ് ചെയ്താല് അതിന് ന്യായീകരിക്കുന്ന അമ്മയൊന്നും അല്ല ഞാൻ. സംശയമൊന്നുമില്ലല്ലേ? ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മകൻ പെട്ടുപോയതാന്ന് തോന്നുന്നു, നിഷ്കളങ്കമായിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത്. അവൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മിസ്റ്റേക്കും അവന്റെ ഭാഗത്തില്ല. പക്ഷെ ഒരു ഗ്യാങ്ങിന് നമ്മൾ കാണുമ്പോൾ ആ ഗ്യാങ്ങിൽ ഒരാളുണ്ടെങ്കിലും പെറ്റി കേസ് ചെയ്യുമ്പോൾ അയാളും അതിനകത്ത് വരും എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് സത്യം. ഇന്നലെ തൊട്ട് ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്നു, എന്നോട് പറയുന്നുണ്ട്, മാഡം ഞങ്ങൾക്ക് മനസ്സിലായി ഫേക്ക് ന്യൂസാന്ന് മനസ്സിലായി. കാരണം കനുവിനെ പോലൊരു കുട്ടി അങ്ങനെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അതാ ഞാൻ പറഞ്ഞത്, ശവശരീരം കൊത്തി തിന്നുന്ന വെറും വൃത്തികെട്ട മാധ്യമപ്രവർത്തകനായി പോയി 24 ന്യൂസിന്റെ റിപ്പോർട്ടർ അടക്കം ഈ വാർത്തകളിട്ട റിപ്പോർട്ടേഴ്സ്. ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു കൈരളിയിലോ മറ്റോ കറക്റ്റായ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം. അത് കറക്റ്റായ വാർത്തയാണ്. അപ്പൊ ഇന്നലെ ഞാനത് കറക്റ്റ് ചെയ്തു. എന്റെ മകനെ 90 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ FIR ഇട്ടെന്ന് പറയാണ്. ഇപ്പൊ കൂടി ഞാൻ കറക്റ്റ് ചെയ്തു, അങ്ങനെ ഒരു FIR ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ MLA സ്വാധീനിച്ച് 50 ഗ്രാം ആക്കിയത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഗ്യാങ്ങിൽ ഏതോ ഒരാളുടെ കയ്യിൽ 3 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 3 ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ എങ്ങ് സ്വാധീനിക്കാൻ പോകുന്ന ആളല്ല, കാരണം അങ്ങനെ ഒരു തെറ്റവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. അപ്പം ഞാൻ എല്ലാവരോടും പറയണം, ആർക്കും ഒരു സന്ദേഹവും വേണ്ട, കനുവിനെ കഞ്ചാവുമായിട്ട് പോലീസ് പിടിച്ചിട്ടില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. പ്രതിഭയുടെ പ്രതിരോധങ്ങൾ പൊളിയുന്നു. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനുവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനെന്ന് FIR. കേസിൽ 9ാം പ്രതിയാണ് കനുവ്. ഇതോടെ മാധ്യമ വാർത്തകൾ വ്യാജമാണെന്ന് MLAയുടെ വാദം അടിമുടി പൊളിയുകയാണ്. ഇന്നലെ എക്സൈസിന്റെ FIR പുറത്തു വന്നു. മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന FIR. എന്താ ഉറക്കം വരുന്നു. ഒരു FIR എങ്ങനെയാണ് കിട്ടുക എന്നത് അത് ലോക്കറുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു പോയോ എന്നൊക്കെയാണ് MLAയുടെ സംശയം. പോലീസ് FIR കിട്ടുമ്പോൾ തന്നെയാണ്, സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ MLAക്ക്?
90 ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് ശബ്ദരേഖ പുറത്തോടെ തയ്യാറാ. അതുകൊണ്ട് കഞ്ചാവിന്റെ കണക്കങ്ങ് നിർത്തിക്കോ. നന്നായിട്ടുണ്ട്. പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ 10 രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിപാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവം, ഇച്ഛാശക്തി, കരുത്ത് മേടകളിൽ വാഴുന്ന നവസഖാക്കൾക്ക് മനസ്സിലാവില്ല. അത് ചോദ്യം ചെയ്യാനും മാത്രം പ്രതിഭ വളർന്നിട്ടുമില്ല. പിന്നെ ഈ തെമ്മാടിപ്പടയിറക്കി 4 തെറി വിളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാപത്തു എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ്. വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.